ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് സ്വീകരിച്ച് 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവിതത്തിൻ്റെ ചാലക ശക്തി എന്നതാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വ്യക്തി ജീവിതത്തിന് കരുത്തേകുന്ന ശക്തിയാണ് വിശ്വാസം. അത് പ്രവർത്തനത്തിന് ഊർജം പകരുന്നു, പ്രാതികൂല്യങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കുന്നു. ഒരാൾ എഴുതി, വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായവ നന്നേ ചുരുക്കം, വിശ്വാസമില്ലെങ്കിൽ ജീവിതം കേവലം അർത്ഥശൂന്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ശാസ്ത്രത്തിന്റെ മുന്നേറ്റമുണ്ടായ 40കളിൽ മതവിശ്വാസ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രവണത സാർവത്രികമായിരുന്നു. മത സത്യങ്ങളെ അന്ധവിശ്വാസങ്ങളാലും ആത്മീയ അനുഷ്ഠാനങ്ങളെ നിരർത്ഥകങ്ങളായ മാമൂലുകളാലും പുച്ഛിക്കാൻ മടിച്ചില്ല. ശാസ്ത്ര സത്യങ്ങൾ മാത്രമേ യുക്തി സഹമായിട്ടുള്ളൂ എന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വളർന്നു വന്ന ബുദ്ധിജീവിയായ ഒരു കോളേജ് പ്രൊഫസറുടെ ജീവിത സാക്ഷ്യം അത്യന്തം ശ്രദ്ധേയമാണ്. ജനിച്ചത് ചൈനയിൽ. മാതാപിതാക്കൾ അമേരിക്കയിൽ നിന്ന് 2 മിഷണറിമാർ. മകന് കൈമാറിക്കൊടുക്കാൻ അവർക്ക് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവത്തിലും ദൈവത്തിൻ്റെ വിചാരണയിലുമുള്ള അചഞ്ചലമായ വിശ്വാസം. സമ്പത്ത് ധാരാളമായി മക്കൾക്ക് കൈമാറി കൊടുത്തിട്ടുള്ള അനേകം മാതാപിതാക്കൾക്ക് അതേപ്പറ്റി പിൽക്കാലത്ത് കുണ്ഠിതപ്പെടേണ്ടി വന്നിട്ടുണ്ട്. മക്കൾ താന്തോന്നികളും ധൂർത്തരുമായി ജീവിതം നശിപ്പിക്കുന്ന കാഴ്ച കൺമുമ്പിൽ കണ്ട് മനമുരുകിയവർ അനേകരാണ് എന്ന് നമ്മളുടെ ഓരോരുടെയും അനുഭവം നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. ഉത്തമരായ മാതാപിതാക്കളിൽ നിന്ന് വിശ്വാസം കൈമുതലായി ലഭിച്ച കഥാപുരുഷൻ ഹൂസ്റ്റൺ സ്മിത്ത് യൗവനാരംഭത്തിൽ ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. മതവും തത്വചിന്തയുമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്ന വിഷയം. മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കി വിവാഹിതനും ആയി. അമേരിക്കയിൽ MIT ബുദ്ധിജീവികളുടെയും മികച്ച ശാസ്ത്രജ്ഞന്മാരുടെയും പ്രവർത്തന കേന്ദ്രമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവിടെ പഠിക്കുക എന്നത് ഒരു വലിയ പദവി ആയി കരുതുന്നു. ആ സ്ഥാപനത്തിലെ മതം, തത്വശാസ്ത്രം എന്നീ വിഭാഗങ്ങളിലെ പ്രൊഫസറായി ഹൂസ്റ്റൺ നിയമിക്കപ്പെട്ടു. ആധുനിക ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഒരു ദൈവനിയോഗമായി അദ്ദേഹം കരുതി. ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല സംവാദങ്ങളും ചർച്ചകളും പഠനങ്ങളും സംഘടിപ്പിക്കുവാൻ അവസരം ഉണ്ടായി. അവയെല്ലാം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ പര്യാപ്തമായതേ ഉള്ളൂ. ഹൂസ്റ്റൺ എഴുതി, നമ്മുടെ ഏറ്റവും ആനന്ദം നിറഞ്ഞ അനുഭവങ്ങളെയും ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങളെയും പൂർണ്ണവും സ്വീകാര്യവുമാക്കി തീർക്കുന്നത് വിശ്വാസമാകുന്നു എന്ന് അദ്ദേഹം എഴുതി. ഇത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ലഭിച്ച പരിശീലനത്തിൽ നിന്നും രചനകളിൽ നിന്നും എൻ്റെ കുടുംബം കെട്ടിപ്പടുത്ത ആത്മീയ അനുഭവങ്ങളിൽ നിന്നുമാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. തുടർന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവത്തെക്കുറിച്ചാണ്. തൻ്റെ 75ാം ജന്മദിനത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 1994 മൂത്ത മകളായ കാരൻ്റെ ഒരു ഫോൺ സന്ദേശമെത്തി. പ്രിയപ്പെട്ട മമ്മി, ഡാഡി എന്ന് പറഞ്ഞ് അവൾ വിതുമ്പുകയായിരുന്നു. എനിക്ക് കാൻസറാണ്. ഡോക്ടർ പറഞ്ഞത് എനിക്ക് ജീവിതം ഇനി 4 മാസം കൂടി മാത്രമേ ഉള്ളൂ എന്നാണ്. വെള്ളിടിയേറ്റ അനുഭവമായിരുന്നു ആ സന്ദേശം കിട്ടിയപ്പോൾ ആ മാതാപിതാക്കൾക്ക്. പക്ഷേ വിശ്വാസം മങ്ങിപ്പോകാതെ കത്തി ജ്വലിച്ച അവസരവും ആയിരുന്നു എന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചതോറും 60 മൈൽ അകലെയുള്ള മകളുടെ ഭവനത്തിലേക്ക് ഓടിയെത്തും. ഒരു ദിവസം മകളോടും അവളുടെ കുടുംബത്തോടുമൊത്ത് ചെലവിടാൻ. മകളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും അനുദിനം അവൾ കൂടുതൽ അവശതയും നിസ്സഹായവുമായി തീരുകയാണെന്നുള്ളതും മനസ്സിലാക്കി.
എന്നാൽ പ്രത്യാശയും ധൈര്യവും നൽകിയ ഒരു വസ്തുത കാരൻ അവളുടെ മാതാപിതാക്കളിൽ നിന്നും ആർജിച്ച ദൃഢവിശ്വാസം അവളെ ധൈര്യചിത്തവും പ്രസന്നവതിയുമാക്കി സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടും പ്രത്യാശ നിറഞ്ഞ ഭാവത്തോടുമാണ് അവൾ മാതാപിതാക്കളെ സ്വാഗതം ചെയ്തത്. വീൽ ചെയറിൽ ഇരിക്കുമ്പോഴും കൂടുതൽ അവശതയായി കിടക്കയിൽ കഴിയുമ്പോഴും അവളുടെ പ്രസന്നതയ്ക്ക് ഗ്ലാനി സംഭവിച്ചില്ല. 4 മാസം എന്ന് ഡോക്ടർമാർ നിശ്ചയിച്ചത് 7 മാസമായി നീണ്ടു. അവസാനം 1994 സെപ്റ്റംബർ 20 കാരൻ്റെ അന്ത്യശ്വാസം അവൾ വലിച്ചു. അവൾ അന്ത്യമായി ഉച്ചരിച്ചത്, ഞാൻ ആഴി കാണുന്നു, ആഴി മണക്കുന്നു, അത് ഏറ്റവും അടുത്താണ്. പപ്പ, മമ്മി, നിങ്ങൾ എൻ്റെ പേർക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നാണ് അവൾ പറഞ്ഞത്. ഈ ആഴി ഏതാണെന്ന് പിതാവായ ഹൂസ്റ്റൺ വിശദീകരിക്കുന്നു. ദൈവസ്നേഹമാകുന്ന ആഴിയാണത്. അതാണ് അവളെ പുൽകാൻ കാത്തിരിക്കുന്നത്. ഈശ്വരൻ, അതായത് നമ്മുടെ ദൈവം അനന്തമായ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ജീവൻ നൽകുന്നു. മരണത്തിൽ നാം ആ സ്നേഹ സ്രോതസ്സിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഈ ചിന്തയും വിശ്വാസവും വ്യതയെ അതിജീവിക്കുവാൻ സഹായിക്കുന്നു. അലമാലകൾ ആഞ്ഞടിച്ചാലും നങ്കൂരം കപ്പലിനെ ഇളകാതെ നിർത്തുന്നു. ജീവിത നൗകയുടെ നങ്കൂരം വിശ്വാസമാണ്. അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ പ്രതിഫലമാകട്ടെ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നാം നോക്കുമ്പോൾ 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. അതിൽ 8-ാം വാക്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ശതാധിപന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശതാധിപന്റെ ആ വിശ്വാസം കണ്ടിട്ട് അവനോട് പറയുന്നു, നിന്റെ ബാല്യക്കാരൻ സൗഖ്യപ്പെടും, നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. അതായത് നമ്മൾ പ്രാർത്ഥനയിൽ ചെല്ലുന്നുണ്ട്. ആ ശതാധിപന്റെ അപേക്ഷകളുടെ വിശ്വാസം കണ്ടിട്ട് അവൻ്റെ ആ ബാല്യക്കാരനെ കഠിന വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷിച്ചതായി, അവനെ സൗഖ്യമാക്കിയതായി നാം പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം അത്രയേ ഉള്ളൂ. നമ്മളുടെ വിശ്വാസം ഉറച്ചതാണ് എങ്കിൽ നമുക്കൊരിക്കലും അതിൽ നിന്ന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. ആ രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ആ കനാന്യ സ്ത്രീയോട് പറഞ്ഞതും, നിന്റെ വിശ്വാസം വളരെ ആഴമേറിയതാകുന്നു, നിന്റെ മകൾ സൗഖ്യമാകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്ധനായ അവനോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണിൽ തൊട്ട് സൗഖ്യമാക്കിയതായി നാം കാണുന്നു. കുഷ്ഠരോഗിയെയും അവൻ്റെ വിശ്വാസത്തിൻ്റെ ബേസ് അനുസരിച്ച് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ സൗഖ്യമാകുമെന്ന് പറഞ്ഞ കർത്താവിനെ അവൻ വിശ്വസിച്ചു, അവൻ സൗഖ്യമായതായി പറയുന്നു. അതായത് നമ്മൾ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28 അധ്യായവും 1071 വാക്യങ്ങളുമുള്ള ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അനേകം അത്ഭുതങ്ങൾ ദൈവം ചെയ്തതായിട്ട്, കർത്താവായ യേശുക്രിസ്തു ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സൗഖ്യം പ്രാപിച്ചവരൊക്കെയും വിശ്വാസമുള്ളവരായിരുന്നു. ആയതിനാൽ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ദൃഢത നമുക്ക് ഏവരിലും ഉണ്ട് എങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് വിശ്വാസം എന്നത് വാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാവുന്നുവെന്ന് നമുക്കറിയാം. ആ വിശ്വാസം നമ്മുടെ ദൈവമായ കർത്താവല്ലാതെ വേറൊരു ദൈവം ഇല്ല. ജീവനുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി മാത്രമായിരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.